പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി പറയുകയാ അത്തദറൂന മൽ മുഫ്ലിസ്, നിങ്ങൾക്കൊരു പാപ്പരയായ മനുഷ്യൻ എത്തിച്ചിട്ടുണ്ടോ? ഒരു പാപ്പരയായ മനുഷ്യൻ. ഖാലു, അവർ ചോദിച്ചു, സഹാബത്താണ് ചോദിക്കുന്നത് റസൂലുള്ളാഹിന്റെ മുമ്പില്. ഈ ഹദീസ് കേട്ട് ഇൽമു പഠിക്കുന്ന സഹാബത്ത് ചോദിച്ചു, അൽ മുഫ്ലിസു ഫീനാ, നബിയേ ഞങ്ങളുടെ അടുക്കൽ മുഫ്ലിസ് എന്നാൽ ആരാന്നറിയോ? മല്ലാ ദിർഹമ, ദിർഹമില്ലാത്തവനാണ്, വലാ മതാഅ, ജീവിക്കാൻ ഒരു മാർഗമോ ഒരു ചരക്കോ ഒരു മാർഗമോ ഇല്ലാത്തവനാ ഞങ്ങളുടെ അടുക്കൽ മുഫ്ലിസ് എന്നാൽ. ഫഖാല, റസൂൽ പറയുകയാണ് സഹാബത്തെ, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ ഞാൻ എല്ലാം നഷ്ടപ്പെട്ടവനെന്നാൽ ആരെന്നറിയോ? റസൂൽ പറയാണ്, മയ്യതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വരുന്ന ഒരു മനുഷ്യനാണ്. എന്താ മനുഷ്യന്റെ പ്രത്യേകത? അയാൾ വരുന്നത് എങ്ങനെയാ? ബിസ്വലാത്തിൻ, അയാൾ നിസ്കരിച്ചിട്ടുണ്ട്, ആ നിസ്കാരത്തോടെ വരികയാ. വസിയാമിൻ, അയാൾ നോമ്പുകാരനായിരുന്നു, അയാൾ നോമ്പെടുത്തിട്ടുണ്ട്, ആ നോമ്പുമായാണ് വരുന്നത്. വസക്കാത്തിൽ, അയാൾ കുറെ ധനികനായിരുന്നു, അയാൾ ഒരുപാട് സക്കാത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അയാൾ പരലോകത്ത് വന്നത് അയാളുടെ നിസ്കാരമായി, അയാളുടെ നോമ്പുമായി, അയാളുടെ സക്കാത്തുമായി കടന്നു വരികയാ. എന്നിട്ടോ വയതി വഖദ് ശതമ ഹാദാ വഖദഫ ഹാദാ വഅകല മാല ഹാദാ, അയാൾ ഇങ്ങനെ ഈ അനുഭവിച്ചതൊക്കെ അയാൾ എന്ത് ചെയ്യും? അയാൾ ചില ആളുകളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അയാൾ ചില ആളുകളെ ചീത്ത പറഞ്ഞു, ചില ആളുകളോട് അസഭ്യം പറഞ്ഞു, ചില ആളുകളോട് ആരോപണം പറഞ്ഞു, ദുരാരോപണം പറഞ്ഞു. മാത്രമല്ല അയാൾ കുറെ ഹറാമ് തിന്നു, യോജിക്കാത്തത്, ശർഈന് യോജിക്കാത്തത്, അന്യായമായത്, അയാൾക്ക് ഹലാലല്ലാത്തൊക്കെ അയാൾ തിന്നിട്ടുണ്ട്. എന്നിട്ടോ അയാൾ, ആ മനുഷ്യനെ പരലോകത്ത് വെച്ച് വിചാരണ ചെയ്യപ്പെടുമ്പോ ഇയാൾ ആരെയാണോ ചീത്ത പറഞ്ഞത് അയാളുടെ കയ്യിൽ നന്മയില്ല, എന്നാൽ അയാളുടെ നന്മ, ഇയാളുടെ നന്മ അദ്ദേഹത്തിന് കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ തിന്മകളൊക്കെ ഈ മനുഷ്യന്റെ മേലിൽ ചുമത്തപ്പെടുകയാ. ഇയാൾ ആരെയാണോ ആരോപണം പറഞ്ഞത് ആ മനുഷ്യനക്ക് ഒരു നന്മയില്ലാത്തവനാ, എന്നാൽ അവന്റെ തിന്മകളൊക്കെ ഇവനെ ചുമത്തിയിട്ട് ഇവന്റെ നിസ്കാരവും നോമ്പും സക്കാത്തും ആരെയാണോ ഇവൻ ആരോപിക്കപ്പെട്ടത് അവന് ചാർത്തപ്പെടുക എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്നിട്ടോ വഹാദാ മിൻ ഹസനാതിഹി, അതുകൊണ്ട് ഫഇൻ ഫനിയത് ഹസനാതു ഖബല അൻ യഖ്ദിയ മാ അലൈഹി, എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവന്റെ നന്മകളൊക്കെ കൊടുത്തു, എന്നിട്ടും പ്രിയപ്പെട്ടവർക്കറിയോ ഒന്നും ഇയാളുടെ കയ്യിൽ പിന്നീട് കൊടുക്കാനില്ല. ഇയാൾ നിസ്കരിച്ചു, എല്ലാം കൊണ്ടാ പരലോകത്ത് പോയത്, അവിടെ ചെന്നപ്പോ ഇതൊന്നുമില്ല, ഇയാളൊക്കെ കൊടുത്തിട്ട് പിന്നെ ഒന്നും കൊടുക്കാനില്ല. ഇയാളെ കയ്യിൽ ഇനി അങ്ങനെ കൊടുക്കാനില്ല, ചീത്ത പറഞ്ഞ ആൾക്ക്, ആരോപിച്ച ആൾക്കൊന്നും കൊടുക്കാനില്ലാതെ കഴിഞ്ഞാൽ. എന്നാലോ പ്രിയപ്പെട്ടവര്, ഇവൻ ആരെയാണോ കുറ്റം പറഞ്ഞത്, ഇവൻ ആരെയാണോ അസഭ്യം പറഞ്ഞത്, ആരെയാണോ ചീത്ത പറഞ്ഞത്, ആരെയാണോ ആക്രമിച്ചത്, ആരുടെ മുതലാണോ അന്യായമായി തിന്നത്, ആ ആളുകളുടെയൊക്കെ ദോഷങ്ങളെ ഈ മനുഷ്യന്റെ മേൽ ഇടപെടുകയാണ്, ചാർത്തപ്പെടുകയാണ്. എന്നിട്ടോ അവസാനം ഈ മനുഷ്യന്റെ അവസ്ഥ എന്താ? സുമ്മത്തുരിഹ ഫിന്നാർ, ഈ മനുഷ്യനെ നരകത്തിലേക്ക് ഇടപെടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റവാഹു മുസ്ലിം റഹ്മത്തുള്ളാഹി.